morning to all. Our topic is Programmable Logic Controller is PLC. PLC in this session we are going to study introduction and its internal architecture and how does it works and its mode of operation, and I will show you one or two examples in the later program. And before going to the PLC, if you would like to understand the PLC clearly, you should have the clear picture on what is happening, what is the actual shop floor situation in an industry. ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണയായിട്ട് സംഭവിക്കുന്ന അതിൻ്റെ പ്രോസസ് കൺട്രോൾ, അതിൻ്റെ സ്റ്റേജസ്, അങ്ങനെ ഒരു ഐഡിയ ഉള്ള ആളുകൾക്ക് മാത്രമേ നമ്മുടെ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളിനെ പറ്റി പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ദ ഫസ്റ്റ് ടൈം ഐ ടെൽ യു, in an industrial process you have heavy equipments, machines. പിന്നെ കുറെ പാരാമീറ്റേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പ്രഷർ, ഫോഴ്സ്, മൂവ്മെന്റ്, സ്പീഡ്, വോൾട്ടേജ്, ഡിഫറെൻറ്റ് തിങ്സ്. ഇതിനൊക്കെ കൺട്രോളിങ് വേണ്ടി വരും. പിന്നെ വലിയ വലിയ എക്യുപ്മെന്റ്സ്, അതേപോലെ മെഷീനറീസ്, അതിനെ നമുക്കൊരു ഷെഡ്യൂൾ അനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ പല ആക്ടിവിറ്റീസും, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. ദർ ആർ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഇൻഡസ്ട്രി. അപ്പൊ ഇതിന്റെ എല്ലാറ്റിൻ്റെയും കൂടെ ഒരു ആകത്തുകയായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് ദിസ് ഈസ് ദ കൺട്രോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് യുവർ എക്യുപ്മെന്റ് ആൻഡ് യു മേ ഹാവ് വൺ കൺട്രോൾ പാനൽ. So what is the control panel? Generally, control panel will have indication of parameters, for example, temperature, voltage, current, or the speed or pressure, whatever it is. That will be shown by the control panel. And one more thing, the start button, stop button, push button also will be there in the control panel. And the machines will be here. So PLC, the place of PLC is between control panel and controlled system. And ഈ കൺട്രോൾഡ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഹെവി മെഷീൻസ് ആണ്. അപ്പോൾ നമുക്ക് സാധാരണ ഇൻഡസ്ട്രിയിൽ ഒരു പവർ ലൈൻ ഉണ്ടായിരിക്കും, കൺട്രോൾ സർക്യൂട്ട് ആൻഡ് പവർ സർക്യൂട്ട്. ദർ ആർ 2 types of circuits in an industry. അപ്പോൾ പവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നോർമൽ AC supply system. Control circuit, most of the cases that will be an electronic circuit and voltage will be very less. അതിലാണ് നമ്മുടെ റിലേസ് വരുന്നത്, കോണ്ടാക്ടേഴ്സ് വരുന്നത്, അതേപോലെ തന്നെ കൗണ്ടർ ഉണ്ടായിരിക്കും, ധാരാളം ടൈമർ ഉണ്ടായിരിക്കും. ഇതൊക്കെ വരുന്നത് അതിൻ്റെ കൺട്രോൾ പാർട്ടായിട്ടാണ്. ഓക്കെ, സോ PLC is in between controlled system and control panel. അപ്പോൾ PLC നമ്മളൊരു ഫാക്ടറിയിൽ, ഒരു ഇൻഡസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കൺട്രോൾ പാനൽ ബിക്കം സിമ്പിൾ. ഒരു വളരെ ടീഡിയസ് ആയിട്ടുള്ള, വളരെ ഹെവി ആയിട്ടുള്ള ഒരു കൺട്രോൾ പാനൽ വയറിങ്ങിനെ, ഒരു കൺട്രോൾ പാനലിനെ നമുക്ക് വളരെ സിമ്പിൾ യൂണിറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പ്രൊവൈഡർ യു വിൽ ഗോ ഫോർ PLC ഇൻ ദാറ്റ് സിസ്റ്റം. ഇനി PLCയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് വേണ്ടി ഞാനൊരു ലളിതമായ ഉദാഹരണം, സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു ലാമ്പ്, സിംഗിൾ ലാമ്പ് കണക്റ്റഡ് ടു എ സ്വിച്ച് ലൈക്ക് ദിസ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു രീതി പറയാം. ഈ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാനുവലായിട്ട് ഈ ലാമ്പിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ? നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ മൈൻഡാണ് തീരുമാനിക്കുന്നത് ലാമ്പ് ഓൺ ആക്കണോ ഓഫ് ചെയ്യണോ എന്നുള്ള കാര്യം. സാധാരണ നമ്മുടെ ബ്രെയിൻ നമ്മുടെ കൈകൾക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കൈ മൂവ് ചെയ്യുന്നത് സ്വിച്ചിലേക്ക്. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാമ്പ് ഓൺ ആയിരിക്കും, അത് സ്വിച്ച് ഓഫ് ആണെങ്കിൽ. അപ്പോൾ ലാമ്പിന് ആകെ 2 സ്റ്റേജാണുള്ളത്, ഒന്ന് ഓൺ, മറ്റൊന്ന് ഓഫ്. സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ്. ഇതാണ് ഇതിൻ്റെ മാനുവൽ ഓപ്പറേഷൻ. നോ, ലെറ്റ് us assume that and let us automate this system. നമ്മുടെ റൂമിലെ ലൈറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്കൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാം. അതിന് നമ്മൾ എന്താ ചെയ്യുക? നോർമൽ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ, ഒരു ഫൈനൽ ഇയറിൽ എത്തിയ സ്റ്റുഡൻറ്റിനോട് ഞാൻ ഈ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ PLCയെ പറ്റി അറിയാത്ത ഒരാൾ, അതായത് ഇൻഡസ്ട്രിയൽ കൺട്രോളിനെ പറ്റി വലിയ ബോധമൊന്നും ഇല്ലാത്ത ഒരു സ്റ്റുഡൻറ്റ് പറയും, യു ക്യാൻ ഹാവ് എ ഹാർഡ്വെയർഡ് സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട് ഇൻ ദിസ് സിസ്റ്റം. എന്ന് വെച്ചാൽ ഒരു സെൻസർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആ സെൻസറിൻ്റെ ഔട്ട്പുട്ട് അത് അനലോഗോ ഡിജിറ്റലോ ആവട്ടെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലേക്ക് കൊടുക്കാം. ആ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമുക്കൊരു സ്വിച്ചിങ് മെക്കാനിസം ആവാം. അതിലൂടെ നമുക്ക് ഈ ലാമ്പിനെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിസ്റ്റം. ഇത് നമ്മുടെ വളരെ ഒരു ഓൾഡ് സിസ്റ്റമാണ്. എന്നാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് കൺട്രോളറിനെ പറ്റി
പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ. കൺട്രോളർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും കൺട്രോളറും ഡിഫറെൻ്റ് ആണ്. രണ്ടും മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ ഡസ് കമ്പ്യൂട്ടിംഗ് ആക്ടിവിറ്റീസ്. നമ്മളൊരു കമ്പ്യൂട്ടർ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് സിസ്റ്റമാണ്. നമുക്ക് മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അതിൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. യു ആർ ഇൻപുട്ടിംഗ് ഡാറ്റാസ് ആൻഡ് പ്രോഗ്രാം വിൽ ബി ദർ ഇൻ ദ മെമ്മറി. പ്രോഗ്രാം ഡസ് പ്രോസസ്സിംഗ് ആൻഡ് ദ ഔട്ട്പുട്ട് ഓൾസോ ഇൻ ദി ഫോം ഓഫ് ഡാറ്റ. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതിനെയാണ് സാധാരണ ജനറൽ പർപ്പസ് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം സിസ്റ്റം ഒന്നാണ്, പ്രോഗ്രാം പലതാണ്. അതേസമയം യു ഗോ ടു ദ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേക സ്പോട്ടിൽ യു വുഡ് ലൈക്ക് ടു കൺട്രോൾ ടെമ്പറേച്ചറിൻ്റെ മോണിറ്ററിങ് ആവശ്യമാണ്. അവിടെ സെൻസർ ഔട്ട്പുട്ട് ഉണ്ടാവും. ആ സെൻസർ ഔട്ട്പുട്ട് റിസീവ് ചെയ്യണം, അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അതൊരു സ്പെഷ്യൽ പർപ്പസാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പർപ്പസ് സിസ്റ്റം. ദ യൂണിറ്റ് കൺട്രോളിങ് ആൻഡ് എക്വിപ്മെന്റ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു കൺട്രോളിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല, അവിടെ കമ്പ്യൂട്ടിങ് നടക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ക്ലിയർ പിക്ചർ വേണം. വാട്ട് ഈസ് കമ്പ്യൂട്ടിങ്, വാട്ട് ഈസ് കൺട്രോൾ. PLC is basically a controller. Its application is in industries. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ലെറ്റ് us come back to this topic. അപ്പോൾ ഈ ലൈറ്റിന് നമുക്ക് ഇവിടെ ഒരു PLC ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്ന് ഓട്ടോമേറ്റഡ് ആക്കാം. I will show you another. ഒന്നും കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്താൽ, suppose I am connecting two sensors here. It is connected to the PLC. Okay, and one lamp is the lamp circuit goes through PLC, and PLC will give me 2 points like this. Just a on and off point. It's a switch. It's not a manual switch. This switch is operated by PLC system. This is called PLC output. And here the input will be signals, either in analog or in digital form from the sensors. For example, one person enters the room. ഒരാൾ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു സെൻസർ അയാളെ സെൻസ് ചെയ്തു. ആ സെൻസറിന് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടാവും. ആ ഔട്ട്പുട്ട് സിഗ്നൽ അത് PLCയിലേക്ക് കൊടുത്തു. അപ്പോൾ PLCക്ക് മനസ്സിലായി ഇറ്റ് ഹാസ് ഗോട്ട് എ സിഗ്നൽ. അതാണ് PLCയുടെ ലാംഗ്വേജ്. ഓക്കെ, ആ സിഗ്നൽ PLCക്ക് കിട്ടിക്കഴിഞ്ഞാൽ PLCയുടെ മെമ്മറിയിലുള്ള പ്രോഗ്രാം അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്ത് ഈ കോണ്ടാക്റ്റിനെ ഓൺ ചെയ്യാം. അങ്ങനെ വന്നാൽ ദിസ് ലാമ്പ് വിൽ ബി ഓൺ. സെൻസർ, ഈ സെൻസർ ആ പേഴ്സൺ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സെൻസ് ചെയ്തു. This sensor also gives a signal to the PLC unit, and PLC execute another instruction in the program. Then this switch will be off. Now the system has become automated. ഇന്ന് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ഒരു ബാലപാഠമാണ് ഇപ്പം നമ്മൾ സംസാരിച്ചത്. നമുക്കൊരു സർക്യൂട്ട് അതിനെങ്ങനെ ഓട്ടോമേറ്റഡ് ആക്കി മാറ്റാം, ഓട്ടോമേഷനിലേക്ക് നമുക്ക് എങ്ങനെ കാലെടുത്ത് വെക്കാം. ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ PLC പഠിക്കൽ വളരെ എളുപ്പമാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ഉദാഹരണം, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു എയർ കണ്ടീഷണർ യൂണിറ്റ് നിങ്ങൾക്ക് യു വുഡ് ലൈക്ക് ടു സ്വിച്ച് ഓൺ 1 hour in advance. നിങ്ങൾ ബിഫോർ റീച്ചിങ് യുവർ ഹോം യു വുഡ് ലൈക്ക് ടു സ്വിച്ച് ഓൺ ഇറ്റ് ബിഫോർ 1 hour എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു GSM സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു മെസ്സേജ് അയക്കാം. ആ മെസ്സേജ് ഉപയോഗിച്ചിട്ട് PLCക്ക് ഒരു സിഗ്നൽ കിട്ടും. ഉടനെ PLC നിങ്ങൾ വീട്ടിലെത്തുന്നതിൻ്റെ ഒരു 1 hour മുമ്പേ ഇതൊരു എയർ കണ്ടീഷണർ യൂണിറ്റ് ആണെങ്കിൽ ആ AC ഓൺ ആയിരിക്കും. നമുക്ക് കുറച്ചും കൂടെ ഇലാബറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൽഹിയിലുള്ള ഒരു മോട്ടോർ കേരളത്തിൽ നിന്ന് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ലോകത്ത് എവിടെയുമുള്ള ഒരു ഡിവൈസ് ഈ രീതിയിലുള്ള ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം അതിൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ക്യാൻ കൺട്രോൾ എനി ഡിവൈസ് ഫ്രം എനിവർ. സാധാരണ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലാൻഡ് അല്ലല്ലോ, ഒരു വലിയ ലാൻഡിലാണ് ഇൻഡസ്ട്രീസ് ഉണ്ടാവുക. ചിലപ്പോൾ അതിൻ്റെ കൺട്രോൾ റൂം വളരെ ദൂരമായിരിക്കും, അതിൻ്റെ കൺട്രോൾ മോണിറ്റർ വളരെ ഡിസ്റ്റൻറ്റിലായിരിക്കും. അപ്പോൾ അവിടെ എല്ലാ മെഷീൻസിൻ്റെയും എല്ലാ എക്യുപ്മെൻറ്റിൻ്റെയും മൂവ്മെൻറ്റ് അവർക്ക് സ്ക്രീനിൽ കാണുന്നു, അവിടേക്ക് അതിന് സിഗ്നൽ എത്തുന്നു, ഒരു പോയിന്റിൽ നിന്ന് എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യുന്നു. അതാണ് നമ്മൾ SCADA സിസ്റ്റം എന്ന് പറയുന്നത്, സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ വളരെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാം. ലളിതമായ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പറയുന്ന കാര്യം ഇത് വളരെ ബേസിക് ആയ കാര്യങ്ങളാണ്. ഈ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ PLC പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ 2 സെൻസറാണ് ഉള്ളത്. PLC അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. PLCയുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ് വുഡ് ബി സിഗ്നൽസ്.
ഒരു സിഗ്നലിനെ ഇൻപുട്ടായി സ്വീകരിക്കാൻ PLCക്ക് സാധിക്കും. ഇതാണ് ഒരു പോയിന്റ്. മറ്റൊരു പോയിന്റ്, PLCയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ PLC ഡസ് ജസ്റ്റ് സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ്. ഒരു കോണ്ടാക്റ്റിനെ ഓണും ഓഫും ചെയ്യിക്കുന്ന ജോലിയാണ് PLC ബേസിക്കലി ചെയ്യുന്നത്. അതായത് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു മാനുവൽ സ്വിച്ച്, അതിനെ ഒരു സിസ്റ്റം ഒരു പ്രോഗ്രാം അനുസരിച്ച്, ആ പ്രോഗ്രാമിൻ്റെ ടൈമിംഗ് അനുസരിച്ച് ആ സ്വിച്ചിനെ ഓൺ ചെയ്യുന്നു ഓഫ് ചെയ്യുന്നു എന്നൊരു സങ്കല്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ PLCയുടെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ PLCയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗിവിംഗ് എനി വോൾട്ടേജ്. ഇതുകൊണ്ടോ, ഇതൊരു സർക്യൂട്ടാണ്, ഇതൊരു പവർ സർക്യൂട്ടാണ്. 230 വോൾട്ട് AC പുറത്തു നിന്നാണ് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എക്യുപ്മെൻറ്റ്. ഞാൻ ലാമ്പ് കാണിച്ചത് മാത്രം. ഇതൊരു ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഹെവി മെഷീൻ ആണെങ്കിൽ ഇതിങ്ങനെ പോരാ, ഇത് കൂടെ ഒരു റിലേയും കൂടെ വേണം. ഒരു വലിയ പവർ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്ന റിലേ വേണം. അപ്പോൾ PLCയെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിലേ പറ്റിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് വേണം. നിങ്ങൾ ഇലക്ട്രിക്കൽ ഫൈനൽ ഇയർ, ഇലക്ട്രോണിക്സ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എല്ലാം റിലേയുടെ കോൺസെപ്റ്റ് ഉള്ളവരാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അതില്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ സെഷൻ അവർക്ക് ക്വൈറ്റ് ബോറിംഗ് ആയിരിക്കും. കാരണം റിലേ പറ്റി അറിയാത്ത ആളുകൾക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഐ വിൽ ലൈക്ക് ടു സ്പെൻഡ് few minutes on relays. റിലേ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇലക്ട്രോമെക്കാനിക്കൽ? We have different types of relays. I tell you only about the electromechanical relay. Basically, relay will have a coil and it may have normally closed contact and normally open contact. Relays are electrical switches. Open or close another circuit. നമുക്കൊരു റിലേ ഉപയോഗിച്ചിട്ട് ഒരു വലിയ സർക്യൂട്ടിനെ നമുക്ക് ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ സാധിക്കും. Then another very important point, it isolates controlling circuit from controlled circuit. I'll show you a simple diagram like this. See, this is very much clear for a beginner. Okay, this is your power circuit. This is your equipment. I'm just showing a battery here. Normally, it's a power source. So you have a contact here. This is operated by a coil like this. Suppose the switch is on. This will become energized and this contact become on. The light is, the device is like this. Okay. This is controlled circuit or power circuit. This is your control circuit. Relay എന്ന് പറഞ്ഞാൽ relay consists of one coil and normally closed or normally open contact. ഈ രണ്ട് കാര്യങ്ങളാണ് റിലേയെ പറ്റി നമ്മൾ അറിയേണ്ടത്. കൂടുതൽ അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട. സോ ഈ റിലേയിൽ ഇവിടെ നമുക്കൊരു കൺട്രോൾ സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് PLC എന്ന് പറയുന്നത് മിക്കവാറും ഡീൽ ചെയ്യുന്നത് ഈ സ്വിച്ച് ആയിരിക്കും. ഒരു ഹെവി എക്യുപ്മെൻറ്റ്സ് ഉള്ള പ്ലാന്റിൽ PLC നമ്മുടെ സാധാരണ ഒരു ചെറിയ ലാമ്പ് PLCക്ക് വേണമെങ്കിൽ നേരിട്ടങ്ങ് കൈകാര്യം ചെയ്യാൻ കുഴപ്പമില്ല, റിലേ ഒന്നും വേണമെന്നില്ല. അത് ജസ്റ്റ് ഒരു കോണ്ടാക്റ്റേ ആവശ്യമുള്ളൂ. എന്നാൽ ഒരു ഹെവി മെഷീൻസ് ആണെങ്കിൽ അതിന് കോണ്ടാക്ടേഴ്സ് ഉണ്ടാവും, അത് ഓപ്പറേറ്റ് ചെയ്യാൻ റിലേ കാണും. അപ്പോൾ ആ റിലേയുടെ കൺട്രോൾ സർക്യൂട്ടിലെ ഈ സ്വിച്ചിൻ്റെ ഒരു പോയിന്റ് ആണ് PLC നമുക്ക് കൈകാര്യം ചെയ്യാം. അതായത് PLC will switch off and switch on this switch. കൺട്രോൾ സർക്യൂട്ട് സ്വിച്ച്. ഈ ഡയഗ്രത്തിൽ നിന്ന് അത് വളരെ ക്ലിയറാണ്. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് ഡോണ്ട് വറി, ഇതാണ് നമ്മുടെ PLCയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ വിൽ ഡിസ്കസ് ഇൻ ലേറ്റർ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രം നൽകുന്നു. അതായത് ഈ റിലേ ലോജിക്കിനെ നമുക്കൊരു പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് PLCയുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ്. അതായത് ഇതൊരു നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിൻ്റെ പ്രോഗ്രാം ഇൻഡിക്കേഷനാണ്. മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് PLCയുടെ മെമ്മറിയിലുള്ള ഒരു കണ്ടന്റാണ്. നമ്മൾ സാധാരണ C ലാംഗ്വേജ് മറ്റ് ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ പോലെ ഒരു ഇൻസ്ട്രക്ഷനാണ് ഇത്. ഇതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതും സിംബോളിക്കാണ്, ഗ്രാഫിക്കലാണ്. ഒരു ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഒരു ഗ്രാഫിക്കൽ ലാംഗ്വേജിൽ വരുന്ന ഒരു സിമ്പിൾ, അതാണ് ഇൻപുട്ട്. അതേപോലെ ഇവിടെ ഒരു ഔട്ട്പുട്ട് കാണുന്നുണ്ട്. നോക്കൂ, ഇത് എന്താണെന്ന് വെച്ചാൽ ഈ റിലേയുടെ ഈ കോയിലാണ് നമ്മുടെ പ്രോഗ്രാമിൽ കാണുന്ന ഈ സിമ്പിൾ. ഓക്കെ, ഈ സർക്യൂട്ടിലെ ഓപ്പൺ കോണ്ടാക്ട്, നോർമലി ഓപ്പൺ കോണ്ടാക്ട് ആണ്, അതിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. ഇതാണ് ലാഡർ ലോജിക് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്തരം ഒരു റിലേയെ നമുക്ക് ഇങ്ങനെ ഒരു ലോജിക്കിലേക്ക് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. ഇനി ആ റിലേയുടെ ആവശ്യം അവിടെ വരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു കോണ്ടാക്റ്റിനെ നമുക്ക് PLC സിസ്റ്റം ഉപയോഗിച്ച് പ്രോഗ്രാമിലൂടെ ഇതിനെ നമുക്ക് ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. സോ റിലേ വിൽ ബി ഔട്ട്. വലിയൊരു റിലേ സിസ്റ്റം കൺട്രോൾ പാനലിൻ്റെ വയറിങ്ങും വളരെ സിമ്പിളായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും PLC നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇനി PLCയുടെ ഡെഫിനിഷനൊക്കെയാണ് സ്റ്റുഡൻസിന് മെയിനായിട്ട് ആവശ്യം. ഞാനതിൻ്റെ കോൺസെപ്റ്റാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ നമുക്കൊരു പുതിയ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്നും ഒരു പുതിയ ഡെഫിനിഷൻ ആവാം. An industrial control device developed to accept contact closure input and to provide output that drive relay coils. എന്ന് പറഞ്ഞാൽ എന്താണ്? What is it? ഒരു ഇൻഡസ്ട്രിയൽ ഡിവൈസ്, കൺട്രോൾ ഡിവൈസ്, കൺട്രോളിംഗ് ഡിവൈസ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? അക്സെപ്റ്റ് കോണ്ടാക്ട് ക്ലോഷർ ഇൻപുട്ട്. ഇതൊരു ഇലക്ട്രിക്കൽ ടേമാണ്. കോണ്ടാക്ട് ക്ലോഷർ, ഇതാണ് നമുക്ക് മനസ്സിലാവേണ്ടതും. ഇത് മനസ്സിലായില്ലെങ്കിൽ എത്ര പറഞ്ഞാലും PLC നമ്മുടെ തലയിൽ കയറി. കോണ്ടാക്ട് ക്ലോഷർ ഇൻപുട്ട്. വാട്ട് ഡു യു മീൻ ബൈ കോണ്ടാക്ട് ക്ലോഷർ ഇൻപുട്ട്? ഉദാഹരണം, ഈ സർക്യൂട്ടിൽ ഈ കോണ്ടാക്ട് ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇതിനെ ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ ഇതിനൊരു ഇൻപുട്ട് ആവശ്യമാണ്. അത് മാനുവൽ ആവാം, ഓട്ടോമാറ്റിക് സിഗ്നൽ ആവാം, എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തെങ്കിലേ ഈ കോണ്ടാക്ട് ഓണായി നിൽക്കൂ, ഓണാകത്തുള്ളൂ. ഇതിനാണ് നമുക്ക് എന്താ പറയുന്നത്? കോണ്ടാക്ട് ക്ലോഷർ. സോ ഇറ്റ് ഈസ് സിംപ്ലി എ കൺട്രോളിംഗ് ഡിവൈസ് എക്സെപ്റ്റ് കോണ്ടാക്ട് ക്ലോഷർ ഇൻപുട്ട്. അപ്പോൾ നോക്കൂ, ഒരു ഇൻഡസ്ട്രിയിൽ ഒന്നല്ല, ധാരാളം സെൻസേഴ്സ് ഉണ്ടാവും, ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ഒരു സിംഗിൾ PLCയിൽ എത്ര ഇൻപുട്ട് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ഔട്ട്പുട്ട് ദാറ്റ് ഡ്രൈവ് റിലേ കോയിൽസ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഇറ്റ് ട്രിഗേഴ്സ് കോണ്ടാക്ട്സ്, ഇറ്റ് ട്രിഗേഴ്സ് ഔട്ട്പുട്ട് ഡിവൈസസ്. എന്ന് പറഞ്ഞാൽ റിലേ കോയിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് പ്രൊവൈഡ് ഔട്ട്പുട്ട്സ് ദാറ്റ് ഡ്രൈവ് റിലേ കോയിൽസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റിലേയിലുള്ള ഈ കോയിലിനെ എനർജൈസ് ചെയ്യാനുള്ള എന്തെല്ലാം ഏർപ്പാടുകൾ വേണോ അതാരും ചെയ്തോളും, PLC വിൽ ഡു. ഓക്കെ, റിലേ കോയിൽ ഡ്രൈവ് എനർജൈസിങ് പാർട്ട് PLC ചെയ്യും. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ മീനിങ്. An industrial control device developed to accept contact closure inputs and to provide output that drive relay coil. So it's a digital computer basically. It's a microprocessor-based system for industrial automation to automate different electromechanical processes. എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിവൈസാണ്, ഒരു ബേസിക് മൈക്രോപ്രോസസർ ബേസ്ഡ് സിസ്റ്റം. അതിൻ്റെ പ്രോഗ്രാം സാധാരണയായിട്ട് ഒരു നോൺ വളറ്റൈൽ മെമ്മറിയിലാണ് സൂക്ഷിക്കുന്നത്. നോൺ വളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും ആ പ്രോഗ്രാം അവിടെ ഉണ്ടാവും. യൂണിറ്റ് ഓഫ് ദ സിസ്റ്റം. ചില സമയത്ത് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഷെഡ്യൂളിംഗ് ആവശ്യമായിട്ട് വരും. ചില കേസിൽ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു കെമിക്കൽ പ്ലാന്റിൽ ധാരാളം മെഷീൻസ് ഉണ്ട്. First one machine will be on, then after 5 minutes second will be on, then again after 10 minutes first will be off, like this. You have to reschedule it. അപ്പോൾ ഒരു PLC നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ this will be easy. Okay, so finally ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സർ. if you have a microcontroller, what is the need for PLC? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്പസമയത്തിനുള്ളിൽ, അതിൻ്റെ 2-3 സ്ലൈഡ് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആവും. ഓക്കെ, tell them to wait please. ഞാൻ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ PLCയിൽ സാധാരണയായിട്ട് ഇറ്റ് റിസീവ്സ് ഇൻപുട്ട്, ഇറ്റ് ഹാസ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ സെൻസർ, ഫോർ എക്സാമ്പിൾ സെൻസർ, ആൻഡ് ഇറ്റ് ട്രിഗേഴ്സ് ദ ഔട്ട്പുട്ട് എക്യുപ്മെന്റ്സ്, ഔട്ട്പുട്ട് ഡിവൈസസ്. പിന്നെ മറ്റൊരു കാര്യം, PLC ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം. ഒരു ഇൻഡസ്ട്രിയിലുള്ളിൽ നടക്കുന്ന അതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ, പ്രഷർ വേരിയേഷൻ, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതിൻ്റെ അലാം സിസ്റ്റം, ഇതെല്ലാം നമുക്ക് PLC ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഐ ഗോ ടു ദ internal. Before going to the internal architecture, I'll tell you a few more points. Specially designed computer to operate in an industrial environment. It operates in a wide range of temperature and humidity.
സാധാരണ അതിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡർ ആയിട്ട് ടോപ്പ് ടു ബോട്ടം സാധാരണ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഹാസ് ടെർമിനൽസ് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫീൽഡ് ഡിവൈസ്. ഇറ്റ് ഹാസ് ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ. സാധാരണ നമ്മളൊരു മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റത്തിൽ IO ഡിവൈസസ് ആണ്, ഇവിടെ IO മൊഡ്യൂളാണ്. അത് തന്നെയാണ് മൈക്രോ കൺട്രോളറും PLCയും തമ്മിലുള്ള വ്യത്യാസം. ഒരു മൈക്രോ കൺട്രോളറിന് ഡിജിറ്റൽ ഇൻപുട്ട് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു അനലോഗ് റിസീവ് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചുകൊള്ളണമെന്നില്ല. ഒരു ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റിൽ PLCക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു മൈക്രോ കൺട്രോളർ റിലേ ഓപ്പറേഷൻ അല്ല അതിൻ്റെ ഔട്ട്പുട്ട്. PLCയെ സംബന്ധിച്ചിടത്തോളം അതൊരു റിലേ ബേസ്ഡ് ഔട്ട്പുട്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കോണ്ടാക്ട് ക്ലോഷറാണ് മെയിനായിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ്. അപ്പോൾ ഹെവി എക്യുപ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ PLC ഈസ് മോർ സ്യൂട്ടബിൾ ദാൻ മൈക്രോ കൺട്രോളർ. എന്ന് വെച്ചൊരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചൊരു കോംപ്ലിക്കേറ്റഡ് അഡീഷണൽ ഐറ്റംസ് കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവന്നാൽ ഈ ഓപ്പറേഷൻ മൈക്രോ കൺട്രോളും ചെയ്യാൻ സാധിക്കും. ബട്ട് PLC ഈസ് സംവാട്ട് ബെറ്റർ. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഇനി നമുക്ക് അതിൻ്റെ സ്കാഡ സിസ്റ്റത്തിലൊക്കെ സാധാരണ ഈ വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ ധാരാളം കൺട്രോൾ സർക്യൂട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അവിടെ PLC ആസ് എ ക്രൂഷ്യൽ റോൾ. പിന്നെ മറ്റൊന്ന് PLC നമുക്ക് പ്രോഗ്രാം ചെയ്യാം. മൈക്രോ കൺട്രോളർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അത് അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ, അതായത് ഒരു നോൺ വളറ്റൈൽ മെമ്മറി ഉപയോഗിച്ചുള്ള മൈക്രോ കൺട്രോളർ പക്ഷേ വളരെ കുറവായി ഉണ്ടാവാം, ഇല്ല എന്നല്ല. പക്ഷേ PLC ബിഫോർ മൈക്രോ കൺട്രോളർ കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ് അറൗണ്ട് 1960, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960 തന്നെ PLC ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, PLC can be programmed according to operational requirement of the process. ഇതെല്ലാം PLCയെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. Now let us go to ഇതിൻ്റെ ബ്രാൻഡ്സ് ആണ് ഞാൻ ഇതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യും. The internal architecture of PLC. This is very very important for the student. ഇവിടെ നിന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, എക്സ്പ്ലെയിൻ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് PLC. സാധാരണ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വരാതിരിക്കാനും സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ PLC has a CPU. Definitely there is a memory. And power supply will be there. സാധാരണ നമ്മൾ മൈക്രോ പ്രോസസ്സറുള്ളൂ. ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ സിസ്റ്റം, ഇതാണ് മൈക്രോ കൺട്രോളറുമായി PLCക്കുള്ള ഒരു വ്യത്യാസം. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇത് മൊഡ്യൂൾ സിസ്റ്റമാണ്. വാട്ട് ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ബേസിക് ഡയഗ്രാം. ഞാൻ അതിൻ്റെ വിശദമായ അതിൻ്റെ വർക്കിങ്ങിലേക്ക് പോവുകയാണ്. PLC ഹാസ് ഇൻപുട്ട് ഡിവൈസസ്. ഈ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് ഫീൽഡിലാണ്. സെൻസർ ആവാം, സ്വിച്ച് ആവാം, പ്രോക്സിമിറ്റി സ്വിച്ച് ആവാം, ലിമിറ്റ് സ്വിച്ച് ആവാം, പലതും ആവാം. നമ്മുടെ നോർമൽ പുഷ് ബട്ടൺ ആവാം. ഇങ്ങനെ ധാരാളം ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ട് സെക്ഷനിലേക്ക് ഇൻപുട്ട് ഡിവൈസസ്, അതിൻ്റെ ഫീൽഡ് ഡിവൈസസ് ആണ് കാണുന്നത്. ഇതാണ് ഇൻപുട്ട് സെക്ഷൻ. ആൻഡ് PLC ഹാസ് ഔട്ട്പുട്ട് സെക്ഷൻ. ഔട്ട്പുട്ട് സെക്ഷനിൽ ഇറ്റ് ഈസ് ജസ്റ്റ് മേക്കിംഗ് കോണ്ടാക്ട് ഹിയർ. ഇവിടെ ഒരു ഫീൽഡ് ഡിവൈസ് ഉണ്ട്. യു ആർ അപ്ലൈയിങ് എ 230 volt AC to this. അപ്പോൾ ഇതിൻ്റെ ഈ സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ് ആണ് നമ്മൾ ബേസിക്കലി PLC ചെയ്യുന്നത്. അതാണ് ഔട്ട്പുട്ട് സെക്ഷൻ്റെ ജോലി. ഔട്ട്പുട്ട് സെക്ഷൻ ആക്ട് ആസ് എ റിലേ കോണ്ടാക്ട്. ഇവിടെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് പാർട്ടാണ് PLC. നമ്മുടെ മൈക്രോ കൺട്രോളറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. മൈക്രോ കൺട്രോളർ ഒരു ഡിജിറ്റൽ ഡിവൈസ് ആണ്. അതിൽ നിങ്ങൾക്ക് സിഗ്നൽ റിസീവ് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം. ഔട്ട്പുട്ട് സിഗ്നൽ ആണ് കിട്ടുന്നത്. മൈക്രോ കൺട്രോളർ ഗീവ്സ് യു ഔട്ട്പുട്ട് സിഗ്നൽ, ബട്ട് PLC ഗീവ്സ് യു സ്വിച്ച് ഓഫ് ആൻഡ് സ്വിച്ച് ഓൺ ഓഫ് എ കോണ്ടാക്ട്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. PLCയുടെ പർപ്പസ് എൻ്റലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് വോൾട്ടേജ് അല്ല. അത് ഐ വിൽ ഷോ യു അനദർ ഡയഗ്രാം. ഓക്കെ, ഇതൊരു ഡയഗ്രാമാണ്. ഇവിടെ ഇതൊരു PLC. ഇതിൽ ഇഷ്ടം പോലെ ഇൻപുട്ട് ടെർമിനൽസ് ഉണ്ട്. ആൻഡ് യു ഹാവ് ഔട്ട്പുട്ട് ടെർമിനൽസ് ഹിയർ. ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ, സൈസ് സെലക്ടർ, ധാരാളം കാര്യം. Then in this you will have different types of switches, push button, sensors like this. All are connected to a single PLC. Okay. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കയിൽ ഒരു ന്യൂസ് പേപ്പർ അറൗണ്ട് 1000 മോർ ദാൻ ലാക്സ് ഓഫ് കോപ്പീസ് ഒരു സിംഗിൾ PLC ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് റിപ്പോർട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഒറ്റ PLC തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇൻപുട്ട് ആവാം, ഔട്ട്പുട്ട് ആവാം. ഒരു 100, 50, 200, ഇനി മോർ ദാൻ ദാറ്റ് അറൗണ്ട് ഡിവൈസസ് ഒരു പ്ലാന്റിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ കൺട്രോൾ ഓൾ ദീസ് എക്യുപ്മെന്റ്സ് ബൈ എ സിംഗിൾ PLC. അപ്പോൾ ഇവിടെ ഇതൊരു എക്സാമ്പിൾ ഇതെടുക്കാം. ഈ ഒരു മോട്ടോർ, ഈ മോട്ടോർ അതിൻ്റെ സർക്യൂട്ട് ഇവിടെ വന്നു. ഇതാണ് PLCയുടെ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ട് ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആയി. ഇത് ഓപ്പൺ ആണെങ്കിൽ മോട്ടോർ ഓഫാണ്.
ഇങ്ങനെ ഒരു ഓപ്പറേഷനാണ് PLC ഔട്ട്പുട്ട് സ്റ്റേജിൽ ചെയ്യുന്നത്. ഇൻപുട്ടിൽ ചെയ്യുന്നത് റിസീവ് സിഗ്നൽ. ഇനി ഈ ഡയഗ്രാം നോക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഡയഗ്രാം. ഒരു PLCയുടെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കൂടുതൽ മാർക്കിന് വരികയാണെങ്കിൽ ബെറ്റർ യു ഡ്രോ ദിസ് വിത്ത് ഇന്റേണൽ ആർക്കിടെക്ചർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയഗ്രാമാണ്. ഹിയർ യു ഹാവ് CPU. CPUവിൻ്റെ കൂടെ മെമ്മറി ഉണ്ട്, നമ്മളിവിടെ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. CPU മൊഡ്യൂൾ വിൽ ഹാവ് റോം, റാം, എവറിത്തിങ്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ അതിൻ്റെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് ഫ്ലാഷ് റോമിലാണ്. പിന്നെ റാം ഉണ്ടായിരിക്കും, റാമിൽ അതിൻ്റെ മറ്റ് ചില ഡാറ്റാസ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്നു. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഇൻഡെപ്തിൽ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. യൂസർ പ്രോഗ്രാം നമുക്ക് ചെയ്യുന്നത് സാധാരണ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഹാൻഡ് ഹെൽഡ് പ്രോഗ്രാമർ യൂണിറ്റ് എന്ന് പറഞ്ഞ ചെറിയ ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ മൊബൈൽ ഫോണിനേക്കാൾ ഒരു വലിയ ഹാൻഡ് ഹെൽഡ് ചെറിയ ഹാൻഡി ഡിവൈസാണ്. അത് PLCയിൽ കണക്ട് ചെയ്യും, പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യും, പിന്നെ ഡിവൈസ് ഇങ്ങോട്ടെടുക്കും. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ PLC നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാം. ആ പ്രോഗ്രാം ആ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിക്കും. ഇതാണ് അതിൻ്റെ സംവിധാനം. ഇൻപുട്ട് സ്റ്റാറ്റസ് ടേബിൾ, ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിൾ. ഇൻപുട്ട് സ്റ്റാറ്റസ് ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് PLCയുടെ മെമ്മറിയാണ്. ഈ ഇൻപുട്ട് സ്റ്റാറ്റസ് ടേബിളിലെ കണ്ടന്റ് ആണ് ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് ദർ ഇൻ ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിൾ? നോക്കൂ, ഇവിടെ ഇൻപുട്ട് സെക്ഷൻ ഉണ്ട്. ഇൻപുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ സാഹചര്യത്തിൽ സെൻസേഴ്സ്, സ്വിച്ചസ്, അത് ആ ഫീൽഡിലുള്ള ഐറ്റംസ് ആണ്. അവിടെ നിന്ന് വരുന്ന സിഗ്നലാണ് ഇൻപുട്ട് സെക്ഷനിലേക്ക് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് ദ CPU, ഇൻസൈഡ് ദ PLC. ഇതാണ് ഇപ്പം നമ്മുടെ ടോപ്പിക്. പിന്നെ ഇത് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത് ഒരു സിഗ്നലാണ്. ആ സിഗ്നൽ, ദിസ് സിഗ്നൽ വിൽ സ്വിച്ച് ഓഫ് ഓർ സ്വിച്ച് ഓൺ എ കോണ്ടാക്ട്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾക്കറിയാം. ഇനി നോക്കും ഇവിടെ എന്ത് സംഭവിക്കുന്നു. ഒരു ഇൻപുട്ട് ഇവിടെ വന്നു. ഫോർ എക്സാമ്പിൾ, ഈ മോട്ടോർ, ഐ വുഡ് ലൈക്ക് ടു സ്വിച്ച് ഓൺ ദിസ് മോട്ടോർ. അപ്പോൾ അത് മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. അതിനൊരു സെൻസറിൽ നിന്നൊരു സിഗ്നൽ ഇവിടെ വന്നു. ഇവിടെ ഒരു പുഷ് ബട്ടൺ കാണും. തൽക്കാലം ഞാൻ സെൻസർ എന്ന് പറയുന്നില്ല. സപ്പോസ് ദിസ് ഈസ് ഓൺ. അപ്പോൾ I:10 എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് പോർട്ടിൽ ഒരു സിഗ്നൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഉടനെ PLC എന്ത് ചെയ്യും? ഈ സിഗ്നലിനെ ഇവിടെ ഇൻപുട്ട് സെക്ഷൻ റിസീവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ബഫർ ഉണ്ടായിരിക്കും, ഒരു മെമ്മറി ബഫർ, റാമിൻ്റെ ഒരു പാർട്ട്. ഇവിടെ ഒരു ബിറ്റ്, ആ ബിറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ I:10 എന്ന് പറയുന്ന ഇൻപുട്ട് പോർട്ടിനായിരിക്കും. ഇതിനായിട്ടൊരു ഏരിയ റാമിൽ റിസർവ് ചെയ്യും, ഒരു ബിറ്റാണ്. ഉടനെ ഈ ബിറ്റ്, ദിസ് ബിറ്റ് 0 become 1 ഉണ്ടോ? ഇവിടെ 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സെൻസർ നമ്പർ 1ൽ നിന്ന് ഒരു സിഗ്നൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. CPUവിന് സെൻസറൊന്നും അറിയില്ല. CPU will see only input status table, the bit status of input status table. അപ്പോൾ ഇൻപുട്ട് സ്റ്റാറ്റസ് ടേബിളിലെ CPU ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കൺസേൺഡ് ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് become 1. അത് പ്രോഗ്രാമിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ I:10 ഈസ് ട്രൂ എന്ന് പറയാം, 1 എന്ന് പറയാം, ഓൺ എന്ന് പറയാം, എല്ലാം ഒന്ന് തന്നെ. ഇവിടെ സംഭവിച്ചത്, ഫിസിക്കലി സംഭവിച്ചതും ലോജിക്കലി സംഭവിക്കുന്നതും നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഫിസിക്കലി സംഭവിച്ചത് എന്താണ്? ഒരു സിഗ്നൽ ആ PLCയിലേക്ക് വന്നു. സിഗ്നൽ ആസ് കം, ഇൻപുട്ട് സിഗ്നൽ. അത് അനലോഗ് ആവാം, ഡിജിറ്റൽ ആവാം, ഒരു കുഴപ്പമില്ല. PLCയുടെ ഇൻസൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഡിജിറ്റൽ ആയിരിക്കും. സപ്പോസ് അനലോഗ് ഈസ് കമ്മിങ്, PLC വിൽ ചേഞ്ച് ഇൻ ടു ഡിജിറ്റൽ. കാരണം PLC ബേസിക്കലി ഡിജിറ്റൽ ഡിവൈസാണ്. എന്നാൽ അനലോഗ് ഇൻപുട്ട് ആവാം, അത് ഇൻസൈഡ് ഡിജിറ്റലായിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഇത് ഡിസ്കസ് ലേറ്റർ, സമയം കിട്ടുകയാണെങ്കിൽ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ഇത് ഈ I:10 എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റാറ്റസ് ടേബിൾ ഇപ്പോൾ 1 ആണ്. അപ്പോൾ CPU അത് റീഡ് ചെയ്യും. ദർ ഈസ് എ പ്രോഗ്രാം. ഇത് 1 ആണെങ്കിൽ ഇന്ന കാര്യം, ഇന്ന ഡിവൈസ് ഓൺ ആക്കണം, അത് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും. ഉടനെ CPU ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിൾ നോക്കൂ. ഔട്ട്പുട്ട് സ്റ്റാറ്റസിൽ ഈ മോട്ടോർ കണക്ട് ചെയ്തിട്ടുള്ളത് O:1/02 നോക്കൂ. ഇതൊരു ഔട്ട്പുട്ട് പോർട്ടാണ്. ഈ ഔട്ട്പുട്ട് പോർട്ട് എവിടെയാണ് ആക്ച്വലി PLCയിൽ അങ്ങനെ ഒരു ഫിസിക്കൽ പോർട്ട് ഇല്ല. ഫിസിക്കൽ പോർട്ട് ഉണ്ട്, PLCയിൽ ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷേ വിതിൻ CPU or memory there is no physical things, only digital indicator. ഓക്കെ,
ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ബിറ്റ് ഉണ്ടാവും അതിനുവേണ്ടി ഒരു ഏരിയ ഇവിടെ ഈ മെമ്മറി റാം ആണ്. ഇൻപുട്ട് സ്റ്റാറ്റസും ഔട്ട്പുട്ട് സ്റ്റാറ്റസ് എല്ലാം പാർട്ട് ഓഫ് റാം. ഇവിടെ ഒരു ബഫറിൽ ഒരു ബിറ്റ് 0 ആയിരുന്ന ബിറ്റ് ഇപ്പോൾ 1 ആയി. ഉടനെ ഔട്ട്പുട്ട് സെക്ഷൻ ആക്ട് ചെയ്യും. എങ്ങനെ ആക്ട് ചെയ്യും? ഔട്ട്പുട്ട് സെക്ഷൻ നോക്കുന്നത് ഇവിടെ ബിറ്റ് 0 ആണോ 1 ആണോ എന്നേ നോക്കുന്നുള്ളൂ. CPU ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻപുട്ട് 0 ആണോ 1 ആണോ എന്നേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറമേയുള്ള സ്റ്റോറിയാണ്. ഇവിടെ ഇത്രേ നടക്കുന്നുള്ളൂ. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ, ബി കെയർഫുൾ. CPU will check input status table. It is nothing but a buffer, part of the RAM inside the along with the CPU. Okay? അപ്പോൾ മെമ്മറിയിൽ ആ ബിറ്റ് സ്റ്റാറ്റസ് CPU ചെക്ക് ചെയ്തു. Accordingly, CPU will execute the program instruction. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലാഡർ ഡയഗ്രം പോലെ പ്രോഗ്രാം അത് എക്സിക്യൂട്ട് ചെയ്തു. എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട്? O:0 must be 1. ഏതാണ് O:0? O:102. സോറി, O:102. ഇതാണ് കൺസേൺഡ് ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പോർട്ട്. ഇത് വിതിൻ ദ CPU, വിതിൻ ദ മെമ്മറി, ഇറ്റ് ഈസ് സിംഗിൾ, നത്തിങ് ബട്ട് എ സിംഗിൾ ബിറ്റ്, ഒരു ബിറ്റ് മാത്രമാണ്. അപ്പോൾ നേരത്തെ 0 ആയിരുന്ന ഒരു ബിറ്റ് ഇപ്പോൾ 1 ആയി. എവിടെയാണ് ആയിട്ടുള്ളത്? ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിളിലാണ് ആയിട്ടുള്ളത്. ഉടനെ ഇനി ഹാർഡ്വെയർ ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിളിൽ നിന്നും ആ 1 കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഔട്ട്പുട്ട് സെക്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതാ ഈ കോണ്ടാക്ട് ഇതാണ് ഔട്ട്പുട്ട് O:1/02 എന്ന് പറയുന്ന ഈ കോണ്ടാക്ട്. ഉടനെ ആ സർക്യൂട്ട് മേക്ക് ഇറ്റ് ഓൺ. ഇതങ്ങ് ഓൺ ആയി. അപ്പോൾ ഇത് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിളിലെ കറസ്പോണ്ടിങ് ബിറ്റ് 1 ആയിരിക്കണം. ഇത് 1 ആവണമെന്നുണ്ടെങ്കിൽ CPU ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. CPU പ്രോഗ്രാമിലെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ I:1/00 ഇൻപുട്ട് സ്റ്റാറ്റസ് ടേബിളിലെ ബിറ്റ് 01 ആയിരിക്കണം. ഇതാണ് PLCയുടെ ആക്ച്വൽ വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, here you have output section, here you have input section, input status table, output status table. അപ്പോൾ ഇൻപുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് പിന്നീട് വിശദീകരിക്കും. അതൊരു സർക്യൂട്ടാണ്. റിസീവ് സിഗ്നൽ ഫ്രം ദി സെൻസേഴ്സ് ഓർ ഫ്രം ദി സ്വിച്ചസ്. ഇനി ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദി ഹാർഡ്വെയർ. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ട് സെക്ഷൻ ചെയ്യുന്നത് ചെക്കപ്പ് ദിസ് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിൾ. ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിളിന്റെ ബിറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് പോർട്ടിനെ ഓണും ഓഫും ചെയ്യുന്ന ജോലിയാണ് ഔട്ട്പുട്ട് സെക്ഷൻ ചെയ്യുന്നത്. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇൻപുട്ട് സെക്ഷൻ ചെയ്യുന്നത് റിസീവ് സിഗ്നൽ ആൻഡ് ചേഞ്ചസ് ദ ബിറ്റ് സ്റ്റാറ്റസ് ഇൻ ദ ഇൻപുട്ട് സ്റ്റാറ്റസ് ടേബിൾ. What CPU does? CPU check up input status table and run the program, execute the program, and correspondingly the bit status of output status table will be changed. അപ്പോൾ നേരത്തെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചല്ലോ, അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ കൺട്രോളറും PLCയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മൈക്രോ കൺട്രോൾ ഇങ്ങനെയാണ് ഒരു PLCയുടെ കോൺഫിഗറേഷൻ. PLCയിൽ ഒരു ഡിവൈസ് റിലേ ലോജിക് ഉപയോഗിച്ചിട്ട് ഒരു ഡിവൈസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് PLCക്കുള്ളത്. PLC ഒരു കോണ്ടാക്ട് ക്ലോഷർ ഇൻപുട്ടിനെ സ്വീകരിച്ച് ഒരു ഔട്ട്പുട്ട് കോണ്ടാക്റ്റിനെ റിലേ കോയിലിനെ എനർജൈസ് ചെയ്യുന്ന ഒരു ജോബാണ് PLC ചെയ്യുന്നത്. അത് സാധാരണ നമ്മൾ മൈക്രോ കൺട്രോളറിന് വേണമെങ്കിലാവാം, അത് നോട്ട് പോസിബിൾ എന്ന് നമ്മൾ പറയാൻ പാടില്ല. ബട്ട് ബെറ്റർ ടു യൂസ് PLC ഇൻസ്റ്റെഡ് ഓഫ് മൈക്രോ കൺട്രോളർ. ഐ തിങ്ക് ദാറ്റ് ഡൗട്ട് വിൽ ബി ക്ലിയർഡ്. ഇത് നോക്കൂ, ഇവിടെ ഔട്ട്പുട്ട് സെക്ഷൻ, ഇൻപുട്ട് സെക്ഷൻ, CPU, യൂസർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിംഗ് ഡിവൈസ് ഉദ്ദേശിക്കുന്നതിന്റെ പാർട്ടല്ല, അതൊരു കമ്പ്യൂട്ടറോ ഹാൻഡ് ഹെൽഡ് എക്യുപ്മെന്റോ ആയിരിക്കും. അത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റിമൂവ് ഇറ്റ്. ദിസ് ഈസ് പാർട്ട് ഓഫ് ദി RAM ആൻഡ് CPU ആൻഡ് മെമ്മറി. ഓക്കെ, ഫൈൻ. I think this is clear to you. So this diagram shows what are all the input devices, what are all the output devices. Output device എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് any equipment in the world will be output device. Input device generally push button or your sensor or limit switch or proximity switch. ഇൻഡസ്ട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഇതൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നമുക്ക് PLC has two mode of operation. One is program mode, another is run mode. അപ്പോൾ ഈ റൺ മോഡ് ഞാനൊന്ന് വിശദീകരിക്കാം. എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റൺ മോഡ്? PLCയുടെ പ്രോഗ്രാം നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് PLC മെമ്മറിയിലേക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു. Now what PLC will do generally? The
can input and store states in RAM. അത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് സ്കാൻ ഇൻപുട്ട്? ഇൻപുട്ട് സ്കാൻ ചെയ്യും. ഒരു 12 ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്. PLC റാൻഡം ആയിട്ട് ആ ഇൻപുട്ട് ടെർമിനൽ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. 1 to 12, 1 to 12. എപ്പോഴാണ് ഒരു ബിറ്റ് 0, 1 ആയി മാറുന്നത് ഉടനെ അത് പിടിക്കും. ദെൻ എക്സിക്യൂട്ട് യൂസേഴ്സ് പ്രോഗ്രാം. കണ്ടോ, അടുത്ത സ്റ്റേജ് അതാണ്. ദർ ആർ 3 സ്റ്റേജസ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് യൂസേഴ്സ് പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം എവിടെ ഉള്ളത്? അത് PLCയുടെ റാമിലാണുള്ളത്. അതിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. ഇനി എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? വാട്ട് ഈസ് ഔട്ട്പുട്ട്? അപ്ഡേറ്റ് ഔട്ട്പുട്ട്. എന്താ ഈ അപ്ഡേറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദിസ് അപ്ഡേറ്റ് ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിളിലെ ബിറ്റ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിനാണ് അപ്ഡേറ്റ് ഔട്ട്പുട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ കൺസേൺഡ് റിലേറ്റഡ് ഹാർഡ്വെയർ സർക്യൂട്ട് വിൽ ടേക്ക് കെയർ ഓഫ് അനദർ ആക്ടിവിറ്റീസ്. അതിവിടെ നടന്നോളൂ. ഔട്ട്പുട്ട് സെക്ഷനിലെ കോൺടാക്ട് ഉണ്ട്, കോൺടാക്ട് ഓൺ ആവണോ, ഓഫ് ചെയ്യണോ, വാട്ട് എവർ. ചിലപ്പോൾ ഒരു ടൈമർ പ്രോഗ്രാമിലുണ്ടെങ്കിൽ പെട്ടെന്ന് വേണമെന്നുണ്ടാവില്ല. ഈ സിഗ്നലിലൂടെ വന്ന് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ ഡിവൈസ് ഓൺ ചെയ്യണം, അങ്ങനെ വേണമെങ്കിൽ ആവാം. ഇനി ഈ സിഗ്നൽ വന്നതിന് ശേഷം ഒരു 4 ഡിവൈസ് ഓൺ ചെയ്യണം, അങ്ങനെയും ആവാം. ഇതൊക്കെ തീരുമാനിക്കുന്നത് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോഗ്രാമിൽ ചെയ്യുക. ഓക്കെ. So there are 3 stages. One is scan input and store states in RAM. ഒന്നുകൂടെ പറഞ്ഞാൽ scan input signals and the input status table status will be changed. Which status? From 0 to 1 or 1 to 0, whatever it is. Then execute the user's program. Memory ഉള്ള പ്രോഗ്രാം അത് എക്സിക്യൂട്ട് ചെയ്തു. Then update output status table. Update output. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 0 ഉണ്ടായിരുന്ന ബിറ്റ് ഇപ്പോൾ 1 ആയി. എല്ലാം ആവില്ല, ഏതാണോ വേണ്ടത് മാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ഡിവൈസ് നമുക്ക് ഓൺ ചെയ്യാം. ദിസ് ഈസ് വൺ സ്കാൻ സൈക്കിൾ. ദെൻ ആഫ്റ്റർ ദാറ്റ് അഗൈൻ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. സാധാരണയായിട്ട് ഫീൽഡിൽ ഉപയോഗിക്കുന്ന സ്വിച്ചസ്, ഇൻപുട്ട് സ്വിച്ചസ്, സെലക്ടർ സ്വിച്ചസ്, പുഷ് ബട്ടൺ, ഫോട്ടോ ഇലക്ട്രിക് സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, പ്രോക്സിമിറ്റി സ്വിച്ച്, ലെവൽ സ്വിച്ച്, ഇതെല്ലാമാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ലീസ്റ്റ് വേരിയസ് ഇൻപുട്ട് ഡിവൈസസ് ഇൻ PLC. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് പറയാം. ഒന്ന്, എക്സ്പ്ലെയിൻ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് PLC. സാധാരണ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ഓരോ ആ യൂണിറ്റിൽ നിന്ന്, ആ മൊഡ്യൂളിൽ നിന്ന് വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലിസ്റ്റ് വേരിയസ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി വാട്ട് യു മീൻ ബൈ ഇൻപുട്ട് സിസ്റ്റം, ഇൻപുട്ട് മൊഡ്യൂൾ ആൻഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. മറ്റൊന്ന് ഇന്റേണൽ ആർക്കിടെക്ചർ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഡയഗ്രാം വരച്ച് ഓരോന്നും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ മെയിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകുന്നു. നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ പവർ സപ്ലൈ ഉണ്ട്. പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു CPU റാമിലേക്ക് ആവശ്യമുള്ള DC സപ്ലൈ ചെയ്യാം. 230 വോൾട്ട് AC കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിനുള്ള പവർ സപ്ലൈ SMBSന്റെ റോൾ തന്നെയാണ് ഇവിടെ പവർ സപ്ലൈ മൊഡ്യൂൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ CPU മൊഡ്യൂൾ ഹാസ് റോം ആൻഡ് റാം മെമ്മറി. ഓക്കെ, റോമിൽ സാധാരണയായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, ഡ്രൈവർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം. റാം മെമ്മറി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റോറി, പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. ഇതിലൊന്നും ഇത്തരം പോയിന്റ്സ് ഒന്നും നിങ്ങൾ ഡോണ്ട് വറി, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി CPU റീപ്ലേസസ് ടൈമേഴ്സ്, റിലേസ് ആൻഡ് കൗണ്ടേഴ്സ്. കണ്ടോ, സാധാരണ പഴയ കാലത്ത് ഹാർഡ് വയേർഡ് റിലേ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ടൈമറും റിലേയും കൗണ്ടറും ഒക്കെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ചിരുന്നു. ഇലക്ട്രോണിക് സർക്യൂട്ട്, ഇതിനെല്ലാം സർക്യൂട്ട് ഉണ്ട്. ടൈമർ ക്യാൻ ബി ഇലക്ട്രോണിക് സർക്യൂട്ട് ക്യാൻ ഗീവ് യു ടൈമർ ഓപ്പറേഷൻ. ഓക്കെ, റിലേ, അതേപോലെ തന്നെ കൗണ്ടർ. ഇതൊന്നും വേണ്ട. ഇതിന് പകരം ആ ജോലിയെല്ലാം ആര് ചെയ്യും? CPU വിൽ ഡു. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾ PLC അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്പണൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യും. പിന്നെ പ്രോസസർ ഈസ് യൂസ്ഡ് ടു പെർഫോം ലോജിക് ഫംഗ്ഷൻസ്. സാധാരണ നടക്കുന്ന ലോജിക് ഫംഗ്ഷൻസ് എല്ലാം ഇവിടെയും നടക്കും. CPU റീഡ്സ് ഇൻപുട്ട് ഡാറ്റ ഫ്രം സെൻസേഴ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതിന് കൂടുതൽ പറയേണ്ട ആവശ്യം. ഇത് അതിൻ്റെ ഒരു മെമ്മറി സ്ട്രക്ചറാണ്. ഞാൻ സമയക്കുറവ് കാരണം ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ സമയമെടുക്കുന്നില്ല. ഇതിൽ ആ മെമ്മറി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും, അത് റോമിലായിരിക്കും. മെമ്മറി മാപ്പിന് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതേപോലെ സിസ്റ്റം ഡാറ്റ റാമിലായിരിക്കും. പിന്നെ ഫ്ലാഷ് റോമിലാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്, ഫ്ലാഷ് EPROM. ഇതിൽ ഈ പ്രോഗ്രാം നമ്മൾ ഒരിക്കൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സെവറൽ ഇയേഴ്സ് വിൽ എക്സിസ്റ്റ് ഇൻ ദ. പിന്നെ വേറൊന്ന്, രണ്ടാമത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രോഗ്രാം പോകും.
അപ്പോൾ ഓരോ ഇൻഡസ്ട്രിയുടെ ഓരോ ഏരിയയിലും എന്താണ് പർപ്പസ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാം. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി നൗ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മൊഡ്യൂൾ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ മനസ്സിലാവാൻ ഐ ഷോ സം ഡയഗ്രാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇതൊരു ഇൻപുട്ട് സർക്യൂട്ടാണ്. ഫോർ എക്സാമ്പിൾ ഒരു സ്വിച്ച്, ഒരു ഇൻപുട്ട് സർക്യൂട്ട്. ഈ ലൈനാണ് PLC-യിലേക്ക് പോകുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു PLC. You know very well, PLC receives only digital format. അനലോഗ് ഡയറക്റ്റ് നമുക്ക് PLC കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ PLC-യുടെ ഉള്ളിൽ നടക്കുന്ന അറേഞ്ച്മെൻ്റാണ് ഈ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഈ സ്വിച്ച് നമ്മൾ ഓപ്പൺ ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സർക്യൂട്ട് ഇവിടെ ഒരു സ്റ്റാറ്റസ് LED ഉണ്ട്. ഇതൊരു ഒറ്റ ഐസൊലേറ്ററാണ്. ഞാൻ ഒറ്റ ഐസൊലേറ്ററിന് വിശദീകരിക്കാൻ നമുക്കിവിടെ സമയമില്ല. എനിവേ there is a pure isolation between these two circuits. അപ്പോൾ ഇവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ, സോ സർക്യൂട്ട് വിൽ ബി കംപ്ലീറ്റഡ് ലൈക്ക്. അപ്പോൾ നിങ്ങളൊരു പുഷ് ബട്ടൺ ആണെന്ന് വിചാരിച്ചാൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു സ്റ്റാറ്റസ്, ബിറ്റ് സ്റ്റാറ്റസ് 1 ഇവിടെ കിട്ടും. CPU-ന് ഒരു സിഗ്നൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന വോൾട്ടേജ് എനി ടൈപ്പ് വോൾട്ടേജ് എത്ര ആവാം, ഏതും ആവാം. ഇനി വേണേൽ അനലോഗ് ആവാം. അനലോഗ് ആകുമ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ അല്പം മാറ്റം ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. Similarly here also the same thing. നോക്കൂ, ഇവിടെ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്തു. ഇത് പുഷ് ബട്ടണോ ലിമിറ്റ് സ്വിച്ചോ പെർസെൻറ്റേജ് സ്വിച്ചോ അല്ലെങ്കിൽ ഒരു സെൻസർ ഔട്ട്പുട്ടോ ഒരു സിഗ്നലോ എന്തോ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതങ്ങ് ഓൺ ആയി കഴിഞ്ഞാൽ ദ സർക്യൂട്ട് വിൽ ബി കംപ്ലീറ്റഡ് ലൈക്ക്. സോ ദിസ് ഐസൊലേറ്റർ വിൽ വർക്ക് ആൻഡ് ഹിയർ ദ സ്റ്റാറ്റസ് ചേഞ്ചസ്, ഫാൾസ് ബിക്കം ട്രൂ. കണ്ടോ, ഇവിടെ ഈ ഡയോഡും R1 പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റീവ്, ദിസ് ഫോർ പ്രൊട്ടക്ഷൻ. ഒരു സിമ്പിൾ ഇതിൽ നമുക്ക് മനസ്സിലായി ഒരു ഇൻപുട്ട് സൈഡിൽ എന്താണ് സംഭവിക്കുന്നത്. PLC എന്താണ് അതിൻ്റെ മെയിൻ പോയിന്റ്. PLC അൾട്ടിമേറ്റ്ലി CPU ഗെറ്റ്സ് ഓൺലി ഡിജിറ്റൽ. അത് ഒരു പക്ഷേ TTL ലോജിക്കൽ കിട്ടും. എന്നാൽ എക്സ്റ്റേണൽ സർക്യൂട്ട് ഡിജിറ്റൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇന്റേണൽ സിസ്റ്റം വിൽ ടേക്ക് കെയർ ഓഫ്. ഇതെല്ലാം സർക്യൂട്ട് അങ്ങ് ചെയ്തോളും. ഓക്കെ, ഫൈൻ. ഇനി ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കുന്നു? CPU-യുടെ ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിൾ ആണ് ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. ഈ ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ടേബിളിലെ ബിറ്റ് സ്റ്റാറ്റസ് അനുസരിച്ച് PLC എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഫ്രം ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രം ഔട്ട്പുട്ട് പോർട്ട് ബിറ്റ് സ്റ്റാറ്റസ് 0 1 ആയി ഉടനെ അത് ഒരു സിഗ്നൽ ഇങ്ങനെ വരും. ഇതതിൻ്റെ സ്റ്റാറ്റസ്. ദിസ് ട്രാൻസിസ്റ്റർ ബിക്കം ഓൺ. കണ്ടോ? സോ ദിസ് റിലേ എന്ത് ടൈപ്പ് റിലേ ആണ് ഇപ്പം നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട. ഇലക്ട്രോ മെക്കാനിക്കൽ ആണോ, സോളിഡ് സ്റ്റേറ്റ് ആണോ, അല്ലെങ്കിൽ വേറെ വല്ലതുമാണ്, എനി ടൈപ്പ്, നോ പ്രോബ്ലം, ഡോണ്ട് വറി. അത് നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യണ്ട. എനിവേ ഇറ്റ് ഈസ് ബേസിക്കലി റിലേ. ഉണ്ടോ? അപ്പോൾ ഈ റിലേ ഓണാണ്, റിലേ സർക്യൂട്ട് ഓണാണ്. റിലേയുടെ എനർജൈസിങ് കോയിൽ ബിക്കം എനർജൈസ്ഡ്. സോ ദ സർക്യൂട്ട് കംപ്ലീറ്റ്സ് ലൈക്ക് ദിസ്. സോ ദിസ് കോണ്ടാക്ട് വിൽ ബി ഓൺ. കണ്ടോ? ദിസ് ഈസ് യുവർ എക്യുപ്മെന്റ്. ഇതാണ് നിങ്ങളുടെ എക്യുപ്മെന്റ്. ഈ എക്യുപ്മെന്റ് ഫീൽഡിലാണ്, പുറത്താണ്. PLC ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അതിൻ്റെ കണക്ഷൻ ആ എക്യുപ്മെന്റിലേക്കുള്ള സപ്ലൈ ആണിത്. AC ആവാൻ DC ആവാൻ ഇനി വോൾട്ടേജ്, നോ പ്രോബ്ലം. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് PLC-യുടെ ഔട്ട്പുട്ട് കോണ്ടാക്ട്. ഈ കോണ്ടാക്ട് എവിടെ നിൽക്കുന്നു എന്ന് ഇനി സംശയമുള്ള ആളുകൾ ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ ശ്രദ്ധിച്ചോളൂ. ആക്ച്വലി PLC-യിൽ ഈ കോണ്ടാക്ട് എവിടെയാണ്? നമ്മൾ മുമ്പേ കണ്ട ആ ഡയഗ്രത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് ആ കോണ്ടാക്ട്. O:1/02 എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ കോണ്ടാക്ട് ആണ് നമ്മളിവിടെ കാണുന്ന ഈ ദിസ് വൺ. സർ, അതിൽ 1/01 1/02 എന്താണെന്ന് കുട്ടികൾ ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ പറയാം. ഇതൊന്നുമില്ല. സാധാരണ ഒരു മൈക്രോ പ്രോസസർ സിസ്റ്റത്തിൽ ഒരു ഡിവൈസിന് ഒരു അഡ്രസ് ഉണ്ടാവും. ഇത് ചിലതിൽ ഈ 1/001 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, ആദ്യത്തെ ഇൻപുട്ട് നമ്പർ 1, ഒന്നാമത്തെ ഇൻപുട്ട്, രണ്ടാമത്തേത്, മൂന്നാമത്. ഇത് CPU-ന് മനസ്സിലാവുന്ന ഒരു അഡ്രസ് കോഡാണ്. അതായത് ഇത് ഇൻപുട്ടാണെന്ന് എനിക്കും നിങ്ങൾക്ക് അറിയുള്ളൂ. CPU-ന് ഇൻപുട്ടാണെന്നൊന്നും അറിയില്ല. CPU മനസ്സിലാവുന്നത് I:1/00 ഇത്രയേ ഉള്ളൂ. ഇതൊരു അഡ്രസ്സാണ്. നമ്മൾ സാധാരണ ഒരു മൈക്രോ പ്രോസസർ സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്കറിയില്ലേ, മൈക്രോ പ്രോസസർ ഐഡന്റിഫൈസ് ഡിവൈസസ് ത്രൂ അഡ്രസ്സസ്. അത് PLC-യുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഒരു ജനറൽ കാര്യമാണ്. ഒരു മൈക്രോ പ്രോസസറിൽ നിങ്ങൾ പ്രിന്റർ കണക്ട് ചെയ്തു, പ്രിന്റർ ആണെന്ന് മൈക്രോ പ്രോസസറിന് അറിയില്ല. അത് അതിന്റെ അഡ്രസ് പോർട്ട്, ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ പോർട്ടിന്റെ അഡ്രസ് ആണ് അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അതാണ് അതിന്റെ കാര്യം.
അതേപോലെ ഇവിടെയും ഇത് അതിൻ്റെ അഡ്രസ്സാണ്. ഇത്രയും ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്. ഇത് ചില PLC-യിൽ വേറെ നമ്പർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമല്ല. ഇവിടെ O എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, I എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. ഇത്രയും ഇൻപുട്ട് ടെർമിനലാണ്, ഇത്രയും ഔട്ട്പുട്ട് ടെർമിനലാണ്. ചിലപ്പോൾ 150 ഔട്ട്പുട്ട് ഉണ്ടാവാം, ഒരു 200 ഇൻപുട്ട് ഉണ്ടാവാം, എത്രയാവാം. അത് PLC-യുടെ കോൺഫിഗറേഷൻ അനുസരിച്ചിരിക്കും. ദിസ് ഈസ് നത്തിങ് ബട്ട് ഇൻപുട്ട് പോർട്ട് അഡ്രസ്സസ്. ആ ഇൻപുട്ട് വയർ കണക്ട് ചെയ്യുന്ന പോർട്ടിനെ CPU മനസ്സിലാക്കുന്നത് ഈ പേരിലാണ്. ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പേരില്ലേ. എൻ്റെ പേര് ബഷീർ, എന്നെ മനസ്സിലാക്കുന്ന പേരിലാണ്. എന്നപോലെ CPU മനസ്സിലാക്കുന്ന ഇതിന് ഈ ഒരു അഡ്രസ്സിന്റെ പേരിലാണ്. അത്രയേ ഉള്ളൂ. ആ സംശയം ക്ലിയർ ആയി എന്നാണ് എൻ്റെ ധാരണ. ഓക്കെ, ഇനി ഇവിടെ റിലേ ഓൺ, ഈ റിലേ വർക്ക് ചെയ്തു, ഇത് ഓണായി, ഈ ഡിവൈസ്. നോ ദിസ് ഈസ് ഔട്ട്പുട്ട് മൊഡ്യൂൾ ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻപുട്ട് മൊഡ്യൂൾ. ഞാൻ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ ടു യു. ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ജസ്റ്റ് 1 minute. നോക്കൂ, ഡിജിറ്റൽ ഇൻപുട്ട്, ഇൻപുട്ട് സൈഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ PLC. ഇൻപുട്ട് സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻപുട്ട് സൈഡിൽ വരുന്നത് എൻ്റെ ഡിവൈസസ്, സിഗ്നലോ ഒരു സെൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ടോ, അതല്ലെങ്കിൽ ഇതൊരു സെൻസർ ഔട്ട്പുട്ടോ പുഷ് ബട്ടണോ അല്ലെങ്കിൽ ഒരു സ്വിച്ചോ. ഇൻഡസ്ട്രിയിൽ ഇതെല്ലാം ഉണ്ടാവും. അതെന്താണെന്ന് ഇപ്പോൾ നമ്മൾ ബോധർ ചെയ്യേണ്ട. എനിവേ ഒരു സിഗ്നൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത്. നോക്കൂ, ആ സിഗ്നൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉദാഹരണം ആ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു. ഒന്നൊരു പുഷ് ബട്ടൺ, ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പുഷ് ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ PLC-യുടെ ആ ബോക്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ സപ്ലൈ സിസ്റ്റം ഈ ലൈനിൽ അങ്ങ് ഓണാവും. ഓണാകുമ്പോൾ ഇത് ഒപ്റ്റോ ഐസൊലേറ്ററാണ്. ഇത് കണ്ടക്ട് ചെയ്യും. ഇവിടെ ഒരു ബിറ്റ് 1 ഈ CPU-ന് കിട്ടും, അല്ലെങ്കിൽ മെമ്മറിയിൽ. സിമ്പിൾ. ഇനി ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും? ഫ്രം ദി ഔട്ട്പുട്ട് പോർട്ട്, CPU-ൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അതൊരു ഡിജിറ്റൽ ഫോമിലാണ്. അത് വന്ന് ഈ ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യും, ഈ റിലേ ഓൺ ആവും. ഈ റിലേ ഓൺ ആകുമ്പോൾ ദിസ് കോണ്ടാക്ട് വിൽ ബി ക്ലോസ്ഡ്. സോ ദ സർക്യൂട്ട് കംപ്ലീറ്റ്സ് ലൈക്ക് ദിസ് ആൻഡ് ലോഡ് ദിസ് എക്യുപ്മെന്റ് വിൽ വർക്ക്. അതെന്തും ആവാം. ഇത് വലിയ വലിയ ഹെവി മെഷീൻസ് ആണെങ്കിൽ ആവാം, ചെറിയ ഡിവൈസ് ആവാം, എന്തോ ആവട്ടെ. ലിസ്റ്റ് പോകുന്നത് ഇതാണ് PLC-യുടെ IO സിസ്റ്റം. അപ്പോൾ നോക്കൂ, ഞാൻ ഒരു കാര്യം കൊണ്ട് ഓർമ്മിപ്പിക്കാം. സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റം എന്നത് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇൻപുട്ട് മൊഡ്യൂൾ ഔട്ട്പുട്ട് മൊഡ്യൂൾ. ഐ തിങ്ക് നോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഇൻപുട്ട് മൊഡ്യൂൾ? ഇൻപുട്ട് മൊഡ്യൂളിൻ്റെ ഒരു പാർട്ട് ഡിവൈസ്. ആ ഡിവൈസ് CPU-യിൽ വെക്കും. നമ്മളൊരു കമ്പ്യൂട്ടറിൽ കീബോർഡ് കണക്ട് ചെയ്യുന്നു, അതിൻ്റെ കൂടെയാണ്. PLC-യിൽ ഇൻപുട്ട് സെൻസർ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഒരു 100 മീറ്റർ ദൂരമായിരിക്കാം, അതിനടുത്താവണമെന്നില്ല, ഒരു 50 മീറ്റർ അപ്പുറത്തായിരിക്കാം. ആ സെൻസറിൽ നിന്ന് ഒരു സിഗ്നൽ വരുന്നു, അത് അനലോഗ് ആവാം, ഡിജിറ്റൽ ആവാം. ആ സെൻസർ അതിനെ പിന്നെ ആംപ്ലിഫൈ ചെയ്യാം, അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം, അത് മറ്റൊരു ഇഷ്യൂ. അതൊന്നും ഇപ്പം നമ്മൾ പോകണ്ട. ഇതാണ്. ഇനി ഇത് മറ്റൊരു സർക്യൂട്ട് നോക്കും. ഈ ഔട്ട്പുട്ട് ഇവിടെ വന്നു, ഇതൊരു ഡയാക്കാണ്. ഇതിനെ ഒരു ട്രയാക്കിനെ ഇതൊരു ഒപ്റ്റോ ഡയാക്ക് കണ്ടോ, ഒപ്റ്റോ ഡയാക്ക്. ഇത് ഈ ഒപ്റ്റോ ഐസൊലേറ്ററും ഒപ്റ്റോ ഡയാക്ക് ഉപയോഗിക്കാൻ കാരണം ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നോക്കൂ, ഇവിടെ ഒരു പ്യുവർ ഐസൊലേഷൻ ഉണ്ട്. PLC സൈഡാണ്, ഇത് ഡിജിറ്റൽ സൈഡ്. ഇതൊരു പക്ഷേ അനലോഗ് സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേ ഡിജിറ്റൽ സൈഡ് ആയിരിക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതാണ്. ഈ കേസ് എടുത്തോ. ഇവിടെ ഇത് ഡിജിറ്റൽ സൈഡ്, ഇത് അനലോഗ് സൈഡ്. ഇവിടെ ഒരു 230 വോൾട്ട് AC കൊടുക്കാം, DC കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ CPU-ൽ നിന്ന് വരുന്നത് ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് ഈ കേസിലൊക്കെ ഒറ്റ ഐസൊലേറ്റർ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഷോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കില്ല, ഇവിടെ ഒരു ഷോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കും ബാധിക്കില്ല. കാരണം ഐസൊലേഷൻ. അതുകൊണ്ടാണ് ഒറ്റ ഐസൊലേറ്റർ പ്രിഫർ ചെയ്യാൻ കാരണം. ഓക്കെ, റിലേ ലോജിക് വേഴ്സസ് ലാഡർ ലോജിക്. ഇനി നമ്മൾ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. എന്താണ് PLC-യുടെ പ്രോഗ്രാം? PLC-യുടെ സോഫ്റ്റ്വെയർ. ഞാൻ PLC-യുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ആവശ്യമുള്ള പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ PLC ഒരു മൈക്രോ പ്രോസസർ ബേസ്ഡ് സിസ്റ്റമാണ്. അതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമല്ലോ. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്, ഞാനൊന്ന് ചുരുക്കുന്നു, ലാഡർ ലോജിക്. ലാഡർ ലോജിക് ആണ് PLC-യുടെ ലാംഗ്വേജ്. ലാഡർ ലോജിക്. അപ്പോൾ എന്താണ് ലാഡർ ലോജിക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റിലേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റിലേ ലോജിക് ഉണ്ട്, ലാഡർ ലോജിക് ഉണ്ട്. റിലേ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു എനർജൈസിങ് കോയിൽ, അതിൻ്റെ കോണ്ടാക്ട്സ്. അപ്പോൾ ആ റിലേ ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു സർക്യൂട്ട്, ഒരു ഹാർഡ് വയർഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഒരു എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ടൈമർ,
PLC ഉപയോഗിച്ചാൽ ടൈമർ സർക്യൂട്ട് വേണ്ട. നിങ്ങൾക്ക് ഒരു RC സർക്യൂട്ട് എടുത്ത് ടൈമർ ആക്കാം. പക്ഷേ PLCയിൽ ഇനി അത് വേണ്ട. കാരണം PLCയിൽ നമുക്ക് ഈസി ആയിട്ട് അത് പ്രോഗ്രാം ചെയ്യാം. കൗണ്ടർ PLC CPU ചെയ്തോളും. അതിന് വേറെ കൗണ്ടർ സർക്യൂട്ട് വേണ്ട. ഇതേപോലെ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഇനി അഡീഷണൽ ഇലക്ട്രോണിക് സർക്യൂട്ട് വേണ്ട. എന്നാൽ പ്രയർ ടു PLC നമ്മുടെ സിസ്റ്റം റിലേ ലോജിക്കലായി. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിലേ ലോജിക് കൺട്രോൾ ഫംഗ്ഷനാലിറ്റി ക്യാൻ ബി പ്രോഗ്രാംഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ എ ഡിവൈസ്. നോക്കൂ, ഒരു പുതിയ ഡെഫിനിഷൻ PLCക്ക് ഇവിടെ കിട്ടി. കണ്ടോ, റിലേ ലോജിക് കൺട്രോൾ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. റിലേ ലോജിക്കിന് ഒരു കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്ട്, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്. ഈ കോണ്ടാക്റ്റുകൾ ഓണും ഓഫും ആകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഡിവൈസ് ഓൺ ആണ്, ഓഫ് ആണ്. ഇതൊരു ലോജിക്കാണ്. ഇതിനനുസരിച്ചാണ് നമ്മുടെ ഇതിനാണ് റിലേ ലോജിക് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ സർക്യൂട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആവും, ഹെവി വയറിംഗ് ഉണ്ടായിരിക്കും, അത് ഈസി ടു മെയിൻറ്റെയിൻ അല്ല, അതിന് മെയിൻ്റനൻസ് വളരെ ടഫാണ്, അതിന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്, മാത്രമല്ല അത്ര റിലയബിളും അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൺട്രോളേഴ്സിനെ പറ്റി പഠിക്കാം. കൺട്രോളേഴ്സ് വരാനുള്ളൊരു കാരണം അതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലാഡർ ലോജിക് എന്ന് പറഞ്ഞാൽ റിലേ ലോജിക് കൺട്രോൾ ഫംഗ്ഷനാലിറ്റി വിച്ച് can be programmed and stored in a device. That is your PLC. So PLC പുതിയ definition ആണ്. Now what is ladder logic? Programming language that is used to create relay logic in a PLC. Simple. നോക്കൂ, ഒരു PLCയുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനാണ് ലാഡർ ലോജിക് എന്ന് നമ്മൾ പറയുന്നത്. സിമ്പിൾ. അപ്പോൾ റിലേ ലോജിക്ക് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിലേ തന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിലൂടെ റിലേ ഓപ്പറേഷൻ PLC ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സിമ്പിൾ ആവും. ഇനി ലാഡർ ലോജിക്ക് എന്താണ്? ലാഡർ ലോജിക്ക് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു സർക്യൂട്ട്. ഓക്കെ, ഇത് നമ്മുടെ ഒരു 3 ഫേസ് മോട്ടോർ. ഇവിടെ ഒരു കൺട്രോൾ, ഒരു കോണ്ടാക്ടർ ഉണ്ട്. ഈ കോണ്ടാക്ടറിലേക്കുള്ള ഒരു കൺട്രോൾ സർക്യൂട്ടാണ്. നമുക്ക് ഇവിടെ ഒരു കോയിൽ. ദിസ് കോയിൽ വെൻ യു പ്രസ് ദിസ് സർക്യൂട്ട് വിൽ ബി ഓൺ. ഇവിടെ ആക്സിലറി കോണ്ടാക്ട് ഉണ്ട്. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് ഓൺ ആവും. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ മോട്ടോർ വർക്ക്. ഇത് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ആണ്, പുഷ് ബട്ടൺ. ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മോട്ടോർ വിൽ ബി ഡീഎനർജൈസ്ഡ് ആൻഡ് മോട്ടോർ വിൽ ബി ഓഫ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺട്രോൾ സർക്യൂട്ട്, ഇതാണ് ഇതിൻ്റെ പവർ സർക്യൂട്ട്. ഇതിനെ നമുക്കൊരു ഈ രീതിയിൽ ഇപ്പോൾ ഈ കാണുന്നതാണ് ലാഡർ ലോജിക്. ഇത് കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫിസിക്കലായിട്ടുള്ള കാര്യമല്ല പറയുന്നത്. ഇത് പ്രോഗ്രാമിലെ ഒരു പ്രയോഗമാണ്, പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. നോക്കൂ, ഈ കോണ്ടാക്റ്റിനെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ആണ് ഈ കാണുന്നത്. ഇത് ഒരു കൺട്രോൾ വോൾട്ടേജ്, ഇതൊരു റെയിലാണ്. ദിസ് ഈസ് കോൾഡ് ലെഫ്റ്റ് റെയിൽ, റൈറ്റ് റെയിൽ. 2 റെയിലുണ്ട്. സർക്യൂട്ട് ഇവിടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ആദ്യം ഫസ്റ്റ് ഇതിന് റങ് എന്നാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് റങ്. ഇത് എടുക്കും പ്രോഗ്രാം. ഇത് നോർമലി ഓപ്പൺ കോണ്ടാക്ട് ആണ്. ഈ കാണുന്നത് റിലേയുടെ കോയിലാണ്. അപ്പോൾ ഒരു റിലേ കോയിൽ പ്രോഗ്രാമിൽ സൂചിപ്പിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇത് നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഓഫ് ദി കൺട്രോൾ സർക്യൂട്ടാണ്. അപ്പോൾ ആ നോർമലി ഓപ്പൺ കോണ്ടാക്ട് നമ്മൾ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് വൺ റങ്, RUNG, റങ്. ഇതിനൊരു റെയിൽ എന്ന് പറയും, അനദർ റെയിൽ. അപ്പോൾ ഒരു സർക്യൂട്ട് ഇവിടെ നിന്ന് പോയാൽ ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയി. ഇതെല്ലാം പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ രൂപമാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ലാഡർ ലോജിക് ഈസ് എ ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആൻഡ് relate logical input switch closes to relay coil output. നോക്കൂ, ഈ വേർഡിങ്സ് ആണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. റിലേറ്റ് ലോജിക്കൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ക്ലോസ്, ഒരു സ്വിച്ച് ക്ലോസ് ചെയ്യാനുള്ള ഇൻപുട്ട്, അതിനെ നമ്മൾ റിലേ കോയിൽ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇനി ഇത് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സാധാരണ ഒരു DOL സ്റ്റാർട്ടറാണ്. ജസ്റ്റ് 2 minutes ഐ വിൽ ഗോ ത്രൂ ഇറ്റ്, ദെൻ ഐ വിൽ സ്റ്റോപ്പ്. ഓക്കെ, പ്ലീസ് ലിസൺ. നമുക്ക് ഇതൊരു 3 ഫേസ് മോട്ടോർ. ആ 3 ഫേസ് മോട്ടോറിലേക്ക് ഇത് നോർമലി ഓപ്പൺ കോണ്ടാക്ട്, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്. നോർമലി ഓപ്പൺ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻപുട്ടാണ് I1. നേരത്തെ നമ്മൾ കണ്ട I1. ആ I1ലേക്ക് ആ കറസ്പോണ്ടിങ് ഇൻപുട്ടിലേക്ക് ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓൺ ആവും. ഇതിൻ്റെ സ്റ്റാറ്റസ് 1 ആവും. ഇവിടെ PLCയുടെ മെമ്മറിയിൽ അത് 1 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു പുഷ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾ I1ലേക്ക് ഒരു സിഗ്നൽ കൊടുത്തു, ഉടനെ ഈ സർക്യൂട്ട് ഓൺ ആയി. ഇത് നോർമലി ക്ലോസ്ഡ് ആണ്, സ്റ്റോപ്പ് ബട്ടൺ ആണ്. ഇത് ഓവർലോഡ് അല്ല, ഇതും ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ മോട്ടോറിൻ്റെ റിലേയുടെ കോയിൽ ഇവിടെ എനർജൈസ് ആയി എന്ന് പറഞ്ഞാൽ മോട്ടോർ ഓൺ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കോയിൽ അവിടെ എനർജൈസ്. ഇതാണ് ഇതിൻ്റെ ഭാഷ. ഓക്കെ, ഇനി പുഷ് ബട്ടണിൽ നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സപ്ലൈ കിട്ടണമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കും. ഈ Q1 തന്നെ ഇവിടെയും കൊടുക്കും. എന്ന് വെച്ചാൽ ഇത് വൺസ് ഇറ്റ് ഈസ് എനർജൈസ്ഡ് സർക്യൂട്ട് കംപ്ലീറ്റ്സ് ലൈക്ക്
ഇതൊക്കെ പ്രോഗ്രാമിൽ ഇൻഡിക്കേഷൻ ആണ്. ലാഡർ ഡയഗ്രം നമുക്ക് കാണാനൊന്നും പറ്റില്ല, അത് മെമ്മറിയിലാണുള്ളത്. ജസ്റ്റ് ആൻ ഇൻസ്ട്രക്ഷൻ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സിഗ്നലും കൊടുത്തു. ഇൻപുട്ടിൽ I1 നിങ്ങൾ സിഗ്നൽ ഫിസിക്കലി കൊടുത്തു. ഉടനെ ഈ ലൈൻ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും, ഈ മോട്ടർ അങ്ങ് ഓൺ ആവും. ഇതാണ് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. ഇനി നിങ്ങൾ Q2 നോക്കൂ, ഇവിടെ ഒരു LED കണക്ട് ചെയ്തെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ ഇവിടെയും ഒരു സിഗ്നൽ വരും കറസ്പോണ്ടിങ് ആയിട്ട്. ഇവിടെ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെയും സ്റ്റാറ്റസ് 2 ആണ്, അപ്പോൾ ഈ LED ഓൺ ആവും. ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. നോർമലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓഫ് ആയെങ്കിലേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് LED. ഒരു സിംഗിൾ പ്രോഗ്രാം ഒരു ലാഡർ ഡയഗ്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ ഫൈൻ, ലെറ്റ് മീ ക്ലോസ്. താങ്ക് യു വെരി മച്ച്. പ്ലീസ് ടെൽ മീ ദ ക്വസ്റ്റ്യൻസ്. I'll try to answer 1 or 2 questions. Yes, sir. I'll do one thing. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. സാറിന് റെലവെന്റ് ആയി തോന്നുന്ന 2 ചോദ്യങ്ങൾ ആൻസർ ചെയ്താൽ മതിയാവും. നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈസ് റിലേ ഇൻസൈഡ് ഔട്ട്പുട്ട് പോർട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഡിഫറൻസ് റിലേ ഇൻസൈഡ് ഔട്ട്പുട്ട് പോർട്ട്. ഓക്കെ ഓക്കെ. Difference between PLC and relays. Application of PLCs. Can you explain timers in PLC? Then first question, can we use PLC with 2 programs at a time? At a time 2 programs. Okay, fine. And better answer. Okay. Please note down my WhatsApp number. Shall I give my number here? Sure, sir. Okay. Please note down, all students, 9746111031. I repeat once again, 9746111031. This is my WhatsApp number. Okay. Some of you will be having it. You can contact me later. Anyway, I'll answer to the first question. What is the first question? Please repeat once. Is there a relay inside the output port? Yes. See, നോക്കൂ, PLC എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു ബോക്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എല്ലാ സംവിധാനവും ഉണ്ട്. റിലേ പുറത്തല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ. നമുക്ക് ആ PLC തരുന്ന 2 കോണ്ടാക്റ്റ് ആണ്. ആ 2 പോയിന്റ്, നിങ്ങൾ ഔട്ട്പുട്ടിൽ 2 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമുക്ക് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം ഇൻസൈഡ് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ PLC പല ടൈപ്പ് ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ പറയുന്നത്. ഇനി മാർക്കറ്റിൽ നിങ്ങൾ വേറൊരു ടൈപ്പ് കണ്ടു, 1000കണക്കിന് ടൈപ്പ് PLCസും കമ്പനികളും ഉണ്ട്. അതെല്ലാം ഡിപ്പെൻസ്. നമ്മളിപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Difference between PLC and a relay. നോക്കൂ, റിലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിംഗ് ഡിവൈസ് ആണ്. നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന പോലെ വലിയ ആംബിയർ കൂടുതലുള്ള സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് റിലേ. അതിലൊരു കോയിൽ ഉണ്ടാവും, ഒരു കോണ്ടാക്ട് ഉണ്ടാവും. ഉദാഹരണം, 100 ആംബിയറുള്ള സർക്യൂട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് ഓണാക്കാൻ പറ്റുമോ? ഒന്നാകെ അടിച്ചു പോവും. 1000 ആംബിയറുള്ള സർക്യൂട്ട് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അത് നമ്മളിവിടെ വീട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെ പോയിട്ട് കൈകൊണ്ട് ഓണാക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പം അതിന് വേറെ അറേഞ്ച്മെന്റ് ഉണ്ട്. അത് റിലേസ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിലേ വർക്ക് ചെയ്യും ചില സമയത്ത്. അതിന് സിഗ്നൽ കിട്ടണമെന്നുള്ളൂ. അതാണ് റിലേ. PLC എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രോളർ യൂണിറ്റ് ആണ്. അത് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഉപയോഗിക്കാം. മെയിൻ ആയിട്ട് സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. രണ്ടും രണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Application of PLCs. Application of PLC, നിങ്ങൾ go to Google, you will get 1000 application. A lot of applications. Application of PLC എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ റിലേ ലോജിക് ആവശ്യമുള്ള കൺട്രോൾ സർക്യൂട്ടിനെ കൺട്രോൾ പാനലിനെ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ കൊണ്ടവിടെയൊക്കെ PLC ഉപയോഗിക്കാം. എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സിനും PLC ഉണ്ട്. കെമിക്കൽ ഇൻഡസ്ട്രീസിലുണ്ട്, പേപ്പർ ഇൻഡസ്ട്രീസിലുണ്ട്, വേറെ എന്തെല്ലാം ഇൻഡസ്ട്രി ലോകത്തുണ്ട്. അവിടെ എല്ലാം നമ്മുടെ പവർ ജനറേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ പവർ പ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, സ്കാഡയുടെ പാർട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Explain timers in PLC. ടൈമർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ. അപ്പം ഞാൻ നിങ്ങൾക്ക് 2 ഇൻസ്ട്രക്ഷനെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ആ റിലേ കോയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അതേപോലെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ലാഡർ ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു C ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതിൽ ബേസിക് ഇൻസ്ട്രക്ഷൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എൻ്റെ അടുത്ത് 2-3 പ്രോഗ്രാം ഈ PPT-യിലുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്കത് ഐ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ടു യു. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഇസ് റിക്വയർഡ് ബിക്കോസ് ഇൻസ്ട്രക്ഷൻ. Yes, sir. വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, can we use PLC with 2 programs at a time? എൻ്റെ അറിവിൽ പെട്ടിടത്തോളം സാധാരണ നമ്മൾ ഒരു മൈക്രോ പ്രോസസർ ഉപയോഗിച്ചിട്ട് ഒരു പ്രോഗ്രാം അല്ലേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു പ്രോഗ്രാമിൽ ഡിഫറൻറ്റ് ഇൻസ്ട്രക്ഷൻ ആവാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു 10 മെഷീൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം, അത് പോസിബിളാണ്. ഒരു 2 പ്രോഗ്രാമിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇത് ഉപയോഗിക്കുന്നത് ഇൻഡസ്ട്രിയിൽ മെഷീൻസിനെ കൺട്രോൾ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഒരു 50 മെഷീൻ ഉണ്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, 50 വേണമെങ്കിൽ ഒരു PLC, അത്രയും ഔട്ട്പുട്ട് ഉള്ള ഒരു കോൺഫിഗറേഷൻ ഉള്ളൊരു PLC നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു PLC-യിൽ എല്ലാം ഒറ്റ ടൈം കൺട്രോൾ ചെയ്യാം. നോ പ്രോബ്ലം. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഡസൻറ്റ് അറൈസ്. അങ്ങനെ ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ലല്ലോ.
ഓക്കെ, അതിലത്തെ പ്രോഗ്രാം ഒന്നായിരിക്കും, ഇൻസ്ട്രക്ഷൻസ് പലതായിരിക്കും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ. Why do we need latching? ലാച്ചിങ് എന്ന് പറഞ്ഞാൽ സാധാരണ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോറിന്റെ കൺട്രോൾ സർക്യൂട്ടിൽ നിങ്ങൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്താൽ ആ കോണ്ടാക്ടർ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഒരു ആക്സിലറി കോണ്ടാക്ടറുടെ വർക്ക് ചെയ്യും. പുഷ് ബട്ടൺ തന്നെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓണാവുന്നുള്ളൂ. പിന്നെ നമ്മൾ കൈ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കോയിലിന് സപ്ലൈ കിട്ടണമല്ലോ, എങ്കിലേ അത് ഹോൾഡ് ചെയ്ത് പിടിക്കുള്ളൂ. അപ്പോഴല്ലേ കണ്ടിന്യൂസ് സപ്ലൈ കിട്ടൂ. ഏകദേശം അതിന് സമാനമായ ഒരു പരിപാടിയാണ് ഈ ലാച്ചിങ് എന്ന് പറഞ്ഞാൽ. ഇത് ലോജിക്കലായിട്ട് നമ്മൾ ചെയ്യുന്നത്, മറ്റേ ഫിസിക്കലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. So what time does it take for PLC to complete one scan cycle? Depends on manufacturer. ഹലോ, അത് പല ടൈപ്പ് പല കോൺഫിഗറേഷനുള്ള PLCs മാർക്കറ്റിൽ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ബേസിക് കാര്യങ്ങളാണ്. അത് ആയിട്ട് ചെക്ക് ഇറ്റ് അപ്പ്. ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ആണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഗിഗാ ഹെഡ്സ് ഡിഫറെൻറ്റ് എന്ന് പറയുന്ന പോലെയുള്ളൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ സർ, ലാസ്റ്റ് ആയിട്ട് ഒരു ഇത് വന്നിരിക്കുന്നത്, ഒരു കുട്ടി പറയുന്നത്, ഐ ഫീൽ മൈക്രോ കൺട്രോളർ ഇസ് മോർ എക്കണോമിക്കൽ ദാൻ PLCs. മൈക്രോ കൺട്രോളർ റിക്വയർസ് ഹയർ ലെവൽ ഓഫ് പ്രോഗ്രാമിംഗ് സ്കിൽ. മൈക്രോ കൺട്രോളർ ഇസ് ദ basic processor residing inside PLCs to execute the programs in PLC. What do you think, sir? എന്നാണ് ചോദ്യം. മൈക്രോ കൺട്രോളറിൽ പ്രോഗ്രാമിങ്ങിൻ്റെ ധാരാളം സാധ്യതകളുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ റിലേ ലോജിക്കും റിലേ ആയിട്ടുള്ള അതിൻ്റെ ഔട്ട്പുട്ടും കോണ്ടാക്ട് ക്ലോഷറും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ പ്രോഗ്രാം ഈ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു പവർ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്ന പർപ്പസിന് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കുറേ എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും. അതൊരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് നമ്മുടെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമല്ലോ. ഓക്കെ ഓക്കെ സർ, ഐ തിങ്ക് സമയത്തിന്റെ പരിമിതി മൂലം നമുക്കതിപ്പോ വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരികയാണ്. ഇത്രയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയ PLC ഇത്രയും ലളിതമായും വളരെ ക്രിസ്പ് ആയിട്ട് സാർ അത് പ്രസന്റ് ചെയ്യാൻ അസാപ്പിന്റെ ബിഹാഫും ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിന്റെ ബിഹാഫിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ സെഷൻ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും ആൻഡ് അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യുന്നുണ്ടാവും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. Once again, sir, thanks a lot for such an engaging session, for such an informative session. Thanks a lot, sir. Just a minute. എനിക്ക് സ്റ്റുഡൻസിനോട് അവസാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നിങ്ങളൊക്കെ വീട്ടിലിരിക്കണം. ഈ സമയം നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യണം. Please contact me at any time. I'll be happy to see you in WhatsApp or call me at any time. No problem. Thank you very much. Thanks a lot. Yes, sir. Thanks a lot. We are looking forward for more sessions with you, sir. Thanks a lot. Okay.